ഹലോ ജെഇ ആസ്പിറൻസിന് ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. NTA ഭാഗത്തു നിന്നും രണ്ട് പുതിയ അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് FAQs റിലീസ് ചെയ്തിട്ടുണ്ട്, ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഒരുപാട് കുട്ടികൾ, നമുക്കറിയാം ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടം പോലെ സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവാൻ ഇനി ആകെ 2-3 ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും, കുട്ടികളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഒഫീഷ്യലായിട്ടുള്ള ആൻസേഴ്സ് NTA അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് ഇതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടത്. അത് കറക്ഷൻ വിൻഡോയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. അത് മാത്രമല്ല, അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അപ്ഡേറ്റും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പബ്ലിക് നോട്ടീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ FAQസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ചോദിച്ചിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഫുൾ PDF നിങ്ങൾക്ക് NTAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇതിന്റെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സും ആൻസേഴ്സും ഇവിടെ ഉണ്ട്. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഏത് വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ചോയ്സ് ഓഫ് സിറ്റീസിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സിനെയും ബേസ് ചെയ്തിട്ടാണ് ചോയ്സ് ഓഫ് സിറ്റീസ് ലിസ്റ്റ് ചെയ്യുക. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതല്ലാതെ അതുപോലെ തന്നെ 4 സിറ്റീസ് നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ 4 സിറ്റീസിൽ NTA പറയുന്നത് മാക്സിമം ആ സിറ്റീസിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. പക്ഷേ ഗ്യാരണ്ടി ഒന്നുമില്ല. അത് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് റെയർ കേസുകളിലൊക്കെ കിട്ടാതെ വന്നേക്കാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത സിറ്റീസിൽ തന്നെ ആയിരിക്കും മിക്കവാറും കിട്ടുക. അതുപോലെ ഫോറിൻ സെന്റേഴ്സിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. സെന്റേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ വിൽ ഓൺലി ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സിറ്റീസ് വേർ ദർ ഈസ് റീസണബിളി ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് കൗണ്ട് എന്നും പ്രത്യേകം പറയുന്നുണ്ട്. ബാക്കി സിറ്റീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെന്റർ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വേറെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്ഡേറ്റുകളൊന്നുമില്ല. അടുത്തത് ആധാർ നമ്പറാണ്. ഇതും കുട്ടികൾക്ക് ഒരുപാട് സംശയമുള്ള ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ അത് തൊട്ട് മുന്നേ ഒരു നവംബർ 6 മറ്റൊരു നോട്ടീസ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആധാർ ഒതന്റിക്കേഷൻ വിൽ ബി ഡൺ ഫോർ ദി കാൻഡിഡേറ്റ്സ് ആൻഡ് ഇറ്റ് വിൽ ബി ആൻ ഓപ്ഷണൽ ഫീൽഡ്. However, candidates are advised to update their Aadhaar card as a proof of identity with recent details for verification at the exam center. അതായത് ആധാറിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് SSLC ബുക്കിൽ ഒരു പേരും ആധാറിൽ മറ്റൊരു പേരുമുള്ള സമയത്താണ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നവംബർ 6 പറഞ്ഞത് നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ 10th മാർക്ക് പേര് പോലെ തന്നെ ഫില്ല് ചെയ്യുക. ആധാർ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സ്റ്റെപ്പിൽ ആധാറിൽ എക്സാക്ട് പേര് കൊടുത്തുകൊണ്ട് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നവംബർ 6 NTA പറഞ്ഞത്. ഇനി ആധാർ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. എക്സാം സെന്ററിലേക്ക് എത്തുമ്പോഴത്തേക്കും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആധാറുമായിട്ട് എത്തിയാൽ മതി എന്ന് തന്നെയാണ് പറയുന്നത്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ കുറേ കുട്ടികൾക്ക് സംശയം ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞു, ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുക. അപ്പോൾ എക്സാം സെന്ററിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്ഡേറ്റഡ് ആധാർ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എക്സാം സെന്ററിൽ എത്തിയാൽ മതി, വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അടുത്തതായിട്ട് എലിജിബിലിറ്റി ആൻഡ് സർട്ടിഫിക്കറ്റ്സ് റിക്വയർഡ് ബൈ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി സ്റ്റുഡൻസിന്റെ കാര്യമാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഒരുപാട് ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. 6ാമത്തത് യൂസ് ഓഫ് സ്ക്രൈബ് ആണ്. ഇതും നേരത്തെ തന്നെ അറിയിച്ച ഇൻഫർമേഷൻ തന്നെയാണ്. ഒക്ടോബർ 25 സ്ക്രൈബിനെ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഡ്രോയിങ് ഫ്രം ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി JEE Main 2025 is being conducted in English, Hindi, Assamese, Bengali, Gujarati, Kannada തുടങ്ങി ഒരുപാട് ഭാഷകളിൽ പരീക്ഷ നടത്തുന്നുണ്ട്. ഇൻ ദിസ് റിഗാർഡ് ഓൾസോ റെഫർ പാരാഗ്രാഫ് 2.2 ഓഫ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 8ാമത്തതാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള FAQ എന്ന് പറയുന്നത്, അപ്ലോഡിംഗ് ഓഫ് ദി കാറ്റഗറി സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. No category certificate is not to be uploaded by the candidate. നമുക്കറിയാം അത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് അപ്ലോഡിംഗ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്, കാൻഡിഡേറ്റ് ഹാസ് ടു ഫിൽ ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഒന്ന് സർട്ടിഫിക്കറ്റ് നമ്പറാണ്, രണ്ടാമത്തത് ഡേറ്റ് ഓഫ് ഇഷ്യൂ, മൂന്നാമത്തത് ഇഷ്യൂയിങ് അതോറിറ്റി. ഇതിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളത്. ഒന്ന് ഓൾറെഡി പുതിയതായിട്ട് OBC NCL അതുപോലെ EWS സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത ആളുകൾ ഇത് ഫില്ല് ചെയ്തു, അവർക്ക് പ്രശ്നമില്ല. രണ്ടാമത്തെ കാറ്റഗറി ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ടൊക്കെ കിട്ടി. പക്ഷേ ഇപ്പോഴും ഇത് കിട്ടാത്ത ആളുകളുണ്ട്. ആ കിട്ടാത്ത ആളുകളോട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഇൻ കേസ് ദ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് അവൈലബിൾ ആൻഡ് കാൻഡിഡേറ്റ് ഹാസ് അപ്ലൈഡ് ഫോർ ദ സെയിം, ഈ 3 ഡീറ്റെയിൽസിന് പകരം നിങ്ങൾക്ക് അക്നോളജ്മെന്റ് ഓർ റെസിപ്റ്റ് നമ്പർ കൊടുക്കാൻ പറ്റും. നിങ്ങൾ അപ്ലൈ ചെയ്ത കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസിപ്റ്റ് ഉണ്ടാവും. അതിലെ നമ്പർ, അക്നോളജ്മെന്റ് നമ്പർ കൊടുക്കാം. ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ, ഇവിടെ ഇഷ്യൂ ചെയ്ത ഡേറ്റിന് പകരം നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ കൊടുക്കാം. ഇഷ്യൂയിങ് അതോറിറ്റിയും ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനാണ് NTA നിങ്ങളോട് പറയുന്നത്, ഇൻ കേസ് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് കാൻഡിഡേറ്റ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് എ സീറ്റ് ബേസ്ഡ് ഓൺ അക്നോളജ്മെന്റ് ഓർ റെസിപ്റ്റ് നമ്പർ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് സീറ്റ് ഗ്യാരണ്ടി ഒന്നും ചെയ്യുന്നില്ല. കാൻഡിഡേറ്റ് ഈസ് റിക്വയർഡ് ടു പ്രൊവൈഡ് ദി സർട്ടിഫിക്കറ്റ് അറ്റ് ദ ടൈം ഓഫ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് ഫർദർ. However, the documents including the category certificate will be verified by the counseling or admitting institutions at a later date. അപ്പോൾ അഡ്മിഷനൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാ ഡോക്യുമെന്റുകളും വീണ്ടും ഒന്ന് വെരിഫൈ ചെയ്യും. അപ്പോൾ ഇപ്പോൾ കിട്ടാത്ത ആളുകൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്നോളജ്മെന്റ് റെസിപ്റ്റ് അതിന്റെ നമ്പറൊക്കെ വെച്ചിട്ട് വേഗം അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. ഓൾറെഡി കയ്യിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ അത് 6 മാസം പഴയതാണ് അല്ലെങ്കിൽ 8 മാസം പഴയതാണ്. വാലിഡിറ്റി ഇനി ഒരു 4-5 മാസം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്താൽ പുതിയത് കിട്ടില്ല, വാലിഡിറ്റി ബാക്കിയുള്ളതുകൊണ്ട്. അവരെന്ത് ചെയ്യണം എന്നുള്ളത് അഗൈൻ മറ്റൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം,
നിങ്ങൾ ആ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് വെച്ച് വാലിഡിറ്റി ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് തന്നെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം. ബാക്കി ഇനി ഫ്യൂച്ചറിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള April 1 ശേഷമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അപ്പോൾ പുതിയത് എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് കാറ്റഗറി സർട്ടിഫിക്കറ്റുമായി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് എക്സാം കണ്ടക്ട് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് കൺഫർമേഷൻ പേജിൽ നിന്ന് കിട്ടുന്ന ഡോക്യുമെന്റ് NTA അയക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ആൻസർ. നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. അതല്ലാതെ മെയിലായിട്ടോ പോസ്റ്റ് ആയിട്ടോ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. NTA നമ്മൾ ഒരു പേപ്പറും ഒരു ഡോക്യുമെന്റും അയച്ചു കൊടുക്കേണ്ട, സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഫ് എനി കാൻഡിഡേറ്റ് ഡിഡ് നോട്ട് അപ്ലൈ ഫോർ സെഷൻ 1 ക്യാൻ ഹി ഓർ ഷീ അപ്ലൈ ഫോർ സെഷൻ 2. സെഷൻ 1 എഴുതാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, സെഷൻ 2 എഴുതാൻ പറ്റും. അപ്ലിക്കേഷൻ ഫോം ഫോർ April സെഷൻ അറ്റ് ദ ടൈം ഓഫ് ഓപ്പണിംഗ് ഓഫ് ദ പോർട്ടൽ. ആ സമയത്ത് അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ക്യാൻ എ സെന്റർ ബി അലോട്ടഡ് ബൈ NTA മാനുവലി? ഇത് ഒരുപാട് കുട്ടികൾക്കുള്ള സംശയമാണ്. NTA മാനുവലി ഒരാളാണോ നിങ്ങൾക്ക് സെന്റർ അലോട്ട് ചെയ്യുന്നത്? അല്ല, അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാമാണ്, ഒരു അൽഗോരിതമാണ്. നിങ്ങൾ കൊടുത്ത പ്രിഫറൻസ് അനുസരിച്ച് അതിൽ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ തരാനാണ് അൽഗോരിതം ശ്രമിക്കുക. അതില്ലെങ്കിൽ മാത്രമാണ് സെക്കൻഡ് സിറ്റിയിലേക്ക് എക്സാം സെന്റർ പോവുക. ഹൗ ക്യാൻ ഐ സെലക്ട് ദി ഡേറ്റ് ആൻഡ് സ്ലോട്ട് ഓഫ് എക്സാമിനേഷൻ ഓഫ് JEE? നമുക്ക് മാനുവലി എന്ത് ചെയ്യാൻ കഴിയില്ല, സെലക്ട് ചെയ്യാനൊന്നും കഴിയില്ല. ഡേറ്റും ഷിഫ്റ്റും ഒക്കെ കമ്പ്യൂട്ടർ റാൻഡംലി ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൽ തുല്യമായിട്ടാണ് അതിന്റെ ചാൻസസ് എല്ലാം ഇരിക്കുന്നത്. ഇൻ കേസ് ദ കാൻഡിഡേറ്റ് ഹാസ് അപ്ലോഡഡ് എ ബ്ലൂ സിഗ്നേച്ചർ ഇൻസ്റ്റെഡ് ഓഫ് ബ്ലാക്ക് സിഗ്നേച്ചർ ഇൻ ദി അപ്ലിക്കേഷൻ ഫോം ഓഫ് JEE മെയിൻ, ഇസ് ഇറ്റ് ഓക്കെ? അപ്പോൾ അത് ഓക്കെ ആണ്. അതായത് ബ്ലൂ സിഗ്നേച്ചർ ആണ് ബ്ലാക്കിന് പകരം അപ്ലോഡ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം വിൽ നോട്ട് ബി റിജക്റ്റഡ്. ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്, ഫോട്ടോയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ല ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിപ്പോയി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊന്നും അപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ആവില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഫോട്ടോയിൽ ചെവി കാണണം എന്നുണ്ട്, അതുകൊണ്ട് കണ്ടിട്ടില്ല അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും. സാധ്യത കുറവാണ് റിജക്റ്റ് ആവാനുള്ള. പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോഴും ഇനി ഉള്ള ഫ്യൂച്ചർ എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. വെറുതെ നമ്മളായിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ചെവി കണ്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെ ഇല്ലാത്ത കുഴപ്പങ്ങൾ അൺനെസസറി റിസ്ക് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓരോ എക്സാമിനും അതിൻ്റെതായിട്ടുള്ള ബ്രോഷറിൽ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തിട്ട് പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട, ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ക്യാൻ ദ കാൻഡിഡേറ്റ് കറക്റ്റ് ഓർ ചേഞ്ച് ഹിസ് ഓർ ഹെർ പെർട്ടിക്കുലർ ഇൻക്ലൂഡിംഗ് ദി സിറ്റി ഓഫ് എക്സാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ എന്താണ് കറക്ഷൻ വിൻഡോ? യെസ്, കറക്ഷൻ വിൻഡോയെ കുറിച്ചുള്ള പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യുമെന്ന് പറയേണ്ടത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ പോകുന്നുള്ളൂ. ക്യാൻ എനിവൺ ക്യാൻസൽ ദി അപ്ലിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു തവണ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ റീഇംബേഴ്സ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ക്യാൻസൽ ചെയ്യാന്നുള്ള ഓപ്ഷൻ ഇല്ല. വേണ്ടാന്നുണ്ടെങ്കിൽ എക്സാം എഴുതാതിരിക്കാം. ഇഫ് വൺ ഡസ് നോട്ട് ഗെറ്റ് ആൻ അഡ്മിറ്റ് കാർഡ് ഹൂം ഷുഡ് ഹി കോൺടാക്ട്? NTA ഇൻ കേസ് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ NTA കോൺടാക്ട് ചെയ്യേണ്ട നമ്പറുകളും മെയിൽ അയക്കുകയാണെങ്കിൽ അതിനുള്ള മെയിൽ ID ഒക്കെ തന്നിട്ടുണ്ട്. ക്യാൻ എ കാൻഡിഡേറ്റ് ചേഞ്ച് ദി എക്സാമിനേഷൻ സെന്റർ ആഫ്റ്റർ അലോട്ട്മെന്റ് ഓഫ് റോൾ നമ്പർ? റോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എക്സാം സെന്റർ മാറ്റാൻ കഴിയില്ല. എക്സാം സെന്റർ മാറ്റാൻ കറക്ഷൻ വിൻഡോയിലുള്ള സമയം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. വാട്ട് ഡു കാൻഡിഡേറ്റ്സ് നീഡ് ടു ബ്രിങ് അറ്റ് ദി എക്സാം സെന്റർ? എക്സാം സെന്ററിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് ഇൻഫർമേഷൻ ബുള്ളറ്റിലുണ്ട്. അത് നമ്മൾ ഭാവിയിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്. ഡ്യൂറേഷൻ ഓഫ് എക്സാം ഒക്കെ ഓൾറെഡി നമുക്ക് അറിയാം. ടൈമിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആർ ദ കാൻഡിഡേറ്റ്സ് റിക്വയർഡ് ടു സെലക്ട് ഐദർ 5 or 6 സബ്ജക്ട്സ് ഓഫ് 12th സ്റ്റാൻഡേർഡ്? നിങ്ങൾ 12th പാസ്സായ ആളുകൾ 12th മാർക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 5 സബ്ജക്റ്റിന്റെ മാർക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 6 വേണം. അപ്പോൾ ഇവർ പറയുന്നത് 5 മതി എന്നാണ്. കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് സെലക്ട് ഓൺലി 5 സബ്ജക്ട്സ്. 5 ബെസ്റ്റ് 5 സബ്ജക്റ്റുകളുടെ ടോട്ടൽ മാത്രം എത്രയാണെന്നുള്ളത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇൻ കേസ് 6 കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊരു പ്രശ്നമൊന്നുമില്ല. അതിൽ ഫിസിക്സും കെമിസ്ട്രി മാത്സും ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ മതി. വേറെ ആ കാര്യത്തിൽ വേറെ കൺഫ്യൂഷനോ പ്രശ്നങ്ങളൊന്നുമില്ല. 27ാമത്തെ ചോദ്യം, കാൻഡിഡേറ്റ് ഒരു മൈനർ ആണ്, പക്ഷേ they do not have their own category certificate. Can they utilize the category certificate of sibling or parent എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതും കുറെ കുട്ടികളുടെ ഡൗട്ടാണ്. അപ്പോൾ candidates have to provide the details of category certificate as required in the application form. They cannot utilize the category certificate of their siblings or parents. നിങ്ങളുടെ പേരിൽ തന്നെയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം, അല്ലാതെ പാരന്റ്സിന്റെ സിബ്ലിങ്സിന്റെ ഉണ്ടായിട്ട് കാര്യമില്ല. Candidates who are giving improvement or reappearing in one or more subjects to enhance scores. In such a case, which option to be chosen between past or appearing? 12th കഴിഞ്ഞ കുട്ടികൾ ചിലപ്പം എന്ത് ചെയ്യുന്നുണ്ടാവും, ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒന്നുകൂടെ ഫെയിൽ ആയ സബ്ജക്റ്റിൽ പാസ് ആവാൻ വേണ്ടി എക്സാം എഴുതുന്നവരുണ്ടാകും. അവരെങ്ങനെയാണ് ആ ഒരു ഓപ്ഷൻ ഫില്ല് ചെയ്യേണ്ടത്? പാസ്ഡ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഓൾറെഡി മെൻഷൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ പാറ്റേൺ ഓഫ് എക്സാം, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് നമുക്ക്, ഹൗ ക്യാൻ വൺ റെമിറ്റ് എ ഫീ ഫോർ JEE മെയിൻ? അപ്പോൾ അത് നിങ്ങൾക്ക് ഫീ നമുക്കറിയാം, ഓൺലൈനായിട്ട് അടക്കാം. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീ അടക്കാം. ഇനി ലാസ്റ്റത്തെ FAQ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എനി കാൻഡിഡേറ്റ് ഫേസസ് എനി പ്രോബ്ലം ഇൻ ദ റെമിറ്റൻസ് ഓഫ് ഫീ ഡ്യൂ ടു എ ഫെയിൽഡ് ട്രാൻസാക്ഷൻ, വാട്ട് ക്യാൻ ഷീ ഓർ ഹീ ഡു? അപ്പോൾ നിങ്ങളുടെ ഫീ അടക്കുന്ന പ്രോസസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇഫ് ദ പേയ്മെന്റ് സ്റ്റാറ്റസ് ഓഫ് എൻ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇസ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദി പേയ്മെന്റ് ഗേറ്റ്വേ ഇൻ റിയൽ ടൈം,
then fee payment is not completed and the candidate will not be able to download the confirmation page. ഫീസ് അടച്ചു കഴിഞ്ഞ് അതിൻ്റെ തിരിച്ച് നിങ്ങളുടെ NTA പേജിലേക്ക് എത്തിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് കിട്ടുള്ളൂ. ഫീ അടക്കുന്ന പ്രോസസ്സ് ഫെയിൽ ആയാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഇൻ കേസ് നിങ്ങൾക്കും പാരൻസിനും വീട്ടിലിരുന്നു കൊണ്ട് ATM കാർഡും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഹെൽപ്പ് തേടുക. അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ ബേസ്ഡ് സർവീസുകൾ കൊടുക്കുന്ന ഷോപ്പുകളിലോ പോയിട്ട് എന്ത് ചെയ്യുക, ഓൺലൈൻ പേയ്മെന്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ തന്നെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് അടക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതാതിരിക്കരുത്. അതിന് പെട്ടെന്ന് തന്നെ അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ FAQ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന PDF NTA പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങൾ. ഏകദേശം എല്ലാ ഉത്തരങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എന്ത് കംപ്ലീറ്റ് ചെയ്യുക, അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമ്മുടെ കറക്ഷൻ വിൻഡോയിലാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അപ്ഡേറ്റ് ഉള്ളത്. ഇതും ഇന്നലെ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ള പബ്ലിക് നോട്ടീസാണ് കറക്ഷൻ വിൻഡോയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കറക്ഷൻ വിൻഡോയിൽ ആദ്യം തന്നെ പറയുന്നത് കറക്ഷൻ വിൻഡോയുടെ ഡേറ്റ് ആണ്. കറക്ഷൻ വിൻഡോയുടെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, 26 നവംബർ മുതൽ 27 നവംബർ വരെ, ആ 2 ദിവസത്തെ ഗ്യാപ്പാണ് ഉണ്ടാവുക. അത് 27 നവംബർ രാത്രി 11:50 വരെ. ഇതാണ് നിങ്ങൾക്ക് തെറ്റുകൾ കറക്റ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനുള്ള അവസരം. ആൻഡ് അതിന് താഴേക്ക് നമ്മൾ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സിൻസ് ഇറ്റ് ഈസ് എ വൺ ടൈം ഫെസിലിറ്റി എക്സ്റ്റെൻഡഡ് ടു ദ കാൻഡിഡേറ്റ്സ് ടു അവോയ്ഡ് എനി ഹാർഡ്ഷിപ്പ്, ദ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ഡു ദ കറക്ഷൻ വെരി കെയർഫുള്ളി ആസ് നോ ഫർദർ ഓപ്പർച്യൂണിറ്റി ഓഫ് കറക്ഷൻ വിൽ ബി ഗിവൺ ടു ദ കാൻഡിഡേറ്റ്സ്. ഭാവിയിൽ വേറെ ഒരു കറക്ഷൻ വിൻഡോ ഇനി ഓപ്പൺ ചെയ്യാനല്ല, ഒറ്റൊന്നേ ഓപ്പൺ ചെയ്യാനുള്ളൂ. അതിന്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ലോഗിൻ ചെയ്തിട്ട് കറക്ഷൻ ഒക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത് 2-3 തവണയൊന്നും കറക്ഷൻ പോസിബിൾ അല്ല. ആൻഡ് ഈ ബോക്സിലുള്ളതാണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോർ JEE Main 2025 ഈസ് 22 നവംബർ 2024 ആൻഡ് ദർ വിൽ ബി നോ ഫർദർ എക്സ്റ്റൻഷൻ ഓഫ് ദ ഡേറ്റ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മേ ബി ഒരാഴ്ച എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. പക്ഷേ ഇല്ല, ദർ ഈസ് നോ എക്സ്റ്റൻഷൻ. ഈ നവംബർ 22 തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനി ആകെ 3 ദിവസമേ ബാക്കിയുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ അപ്ലിക്കേഷൻ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. കാറ്റഗറി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ആളുകൾ ഇനി ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഇനി എന്തൊക്കെയാണ് കറക്ഷൻ വിൻഡോയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? കാൻഡിഡേറ്റ്സ് ഷാൽ നോട്ട് ബി അലൗഡ് ടു ചേഞ്ച്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, മൊബൈൽ നമ്പർ മാറ്റാൻ കഴിയില്ല, ഇമെയിൽ അഡ്രസ്സ് മാറ്റാൻ കഴിയില്ല, പെർമനന്റ് ആൻഡ് പ്രസന്റ് അഡ്രസ്സ് മാറ്റാൻ കഴിയില്ല, എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് മാറ്റാൻ കഴിയില്ല, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. അടുത്ത സെക്കൻഡ് കാറ്റഗറിയിൽ കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് എനി വൺ ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്. കാൻഡിഡേറ്റിന്റെ പേര്, ഫാദറിന്റെ പേര്, മദറിന്റെ പേര്, ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് തെറ്റുകളുണ്ടെങ്കിൽ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. മൂന്നാമത്തത്, കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് ഓൾ ദ ഫീൽഡ്. ഈ കാണുന്ന ബോക്സിലെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ആവശ്യമെങ്കിൽ. ഒന്ന്, ക്ലാസ് 10ന്റെ ഡീറ്റെയിൽസ്, ക്ലാസ് 12ന്റെ ഡീറ്റെയിൽസ്, ഇതിലിപ്പോൾ പെർസെൻറ്റേജ് കൊടുത്തത് മാറിപ്പോയവരോ CGPA കൊടുത്തത് മാറിപ്പോയവരോ ഒക്കെ മാറ്റാം. പാൻ കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ വരുത്താം. കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് എക്സാമിനേഷൻ സിറ്റീസ് based on their permanent and present address. It is once again clarified that NTA is not bound to follow the choices by the candidate. Candidate കൊടുത്ത ചോയ്സ് എല്ലാം ഫോളോ ചെയ്യണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷേ മിക്കവാറും എല്ലാവർക്കും ആ ചോയ്സുകൾ തന്നെയാണ് കിട്ടാറുള്ളത്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സാമിനേഷൻ സിറ്റി സെലക്ഷൻ നിങ്ങൾക്ക് പ്രിഫറൻസ് ഓർഡർ മാറ്റാം. അതുപോലെ മീഡിയം ഓഫ് എക്സാമിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതും മാറ്റാവുന്നതാണ്. കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് ഓൾ ദ ഫോളോയിങ് ഫീൽഡ്. ഈ കാണുന്നതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാം, ജെൻഡർ മാറ്റാം. കാറ്റഗറി നേരത്തെ ജനറൽ കൊടുത്തു, ഇപ്പോൾ OBC കിട്ടിയിട്ടുണ്ട്, NCL കിട്ടിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ കാറ്റഗറി മാറ്റാം. ഇനി അതെല്ലാം നേരത്തെ നിങ്ങൾ OBC NCL അല്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ജനറൽ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. സബ് കാറ്റഗറി ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. സിഗ്നേച്ചർ വേണമെന്നുണ്ടെങ്കിൽ മാറ്റേണ്ടവർക്ക് മാറ്റാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്, ഇതിലെ ഈ പറയുന്ന കറക്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇഫ് ദർ ഈസ് എൻ ഇമ്പാക്ട് ഓൺ ദ ഫീ, ദെൻ അഡീഷണൽ ഫീ വിൽ ബി ചാർജ്ഡ് ആസ് ആപ്ലിക്കബിൾ. ഒരുപാട് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മേ ബി ചിലപ്പോൾ ഫീ ചാർജ് ചെയ്തേക്കാം. ഹൗഎവർ ഇൻ എനി കേസ് ദ ഫീ വിൽ നോട്ട് ബി റീഇംബേഴ്സ്ഡ്. കറക്ഷൻ ഇൻ ദീസ് ഫീൽഡ്സ് വിൽ ബി ആപ്ലിക്കബിൾ ഓൺലി ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് എൻ അഡീഷണൽ ഫീ ഇഫ് എനി. അഡീഷണൽ ഫീസ് വേണമെന്ന് വെബ്സൈറ്റ് നിങ്ങളോട് പറയുകയാണെങ്കിൽ അതുകൂടെ അടച്ചു കഴിഞ്ഞാലാണ് കറക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഫൈനലി അത് സബ്മിറ്റ് ആവുകയുള്ളൂ. only one time correction will be allowed to the candidate. കറക്ഷൻ വിൻഡോ സമയത്ത് ലോഗിൻ ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചാൻസേ കിട്ടുള്ളൂ. ആ ചാൻസിൽ തന്നെ അത് ചെയ്യാം. വൺസ് ദ കറക്ഷൻസ് ആർ ഡൺ ആൻഡ് സബ്മിറ്റഡ് ദ ഫോം ഷാൽ ബി ഫ്രോസൺ. പിന്നെ അത് എന്ത് ചെയ്യാൻ കഴിയില്ല, ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് JEE മെയിൻ്റെ 2025 ബന്ധപ്പെട്ട് NTA പുറത്തിറക്കിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട നോട്ടീസുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും, കാരണം ഇനി അപ്ലിക്കേഷൻ ആകെ 3 ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ. JEE എഴുതാൻ പോകുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രശ്നങ്ങൾ, ഈ ചോദ്യങ്ങളുള്ള ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ കമന്റ് സെക്ഷനിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള എല്ലാ ആൻസേഴ്സും, ഓൾമോസ്റ്റ് എല്ലാ ആൻസേഴ്സും
പേപ്പേഴ്സും നമ്മുടെ NTA തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ബാക്കി സമയം നിങ്ങൾ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഫോക്കസ് ചെയ്യുക. ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ചോദിക്കുക. എല്ലാത്തിനുള്ള ആൻസർ തന്നിട്ടുണ്ട്. ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കഴിയുന്ന അത്രയും പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം കമന്റുകൾക്കെല്ലാം റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ GE ആസ്പിറൻസ് ആയിട്ടുള്ള കുട്ടികൾക്കും അവരുടെ പാരൻസിനടക്കം ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കാം.